2015 നാഷണൽ ജിയോഗ്രഫി ചാനൽ ഒരു സർവേ അവർ പുറത്തുവിട്ടു. അവർ ഒരു കാര്യം പ്രഖ്യാപിച്ചു ലോകത്തോട്. ദ സ്ട്രോങ്ങസ്റ്റ് വിമൻ ഇൻ ദ വേൾഡ് ഈസ് ദ മദർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ദ ബ്ലെസ്സഡ് വെർജിൻ മേരി. അന്ന് നാഷണൽ ജിയോഗ്രഫി ചാനലിൻ്റെ മാഗസിൻ്റെ കവർ ഫോട്ടോ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റേതായിരുന്നു. അവർ പറഞ്ഞൊരു സത്യം ഇതാണ്: ലോകത്തിലെ ഏറ്റവും ശക്തയായിട്ടുള്ള സ്ത്രീ അത് പരിശുദ്ധ കന്യകാമറിയമാണ് എന്നാണ്. അവരിത് ചുമ്മാ പറയുകയല്ല ചെയ്തത്. 1500 മുതൽ 2015 വരെയുള്ള കാലയളവിൽ ലോകത്ത് പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിൽ അന്വേഷണം നടത്തി അവർ കണ്ടെത്തിയ കാര്യമാണ് ദ സ്ട്രോങ്ങസ്റ്റ് വിമൺ ഇൻ ദ വേൾഡ് ഈസ് ദ ബ്ലെസ്സഡ് വെർജിൻ മേരി എന്ന്. ഈശോയുടെ കുരിശുമരണശേഷം മാതാവ് ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ മാതാവ് പല സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ജീവനോടിരിക്കുമ്പോൾ തന്നെ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ പ്രത്യക്ഷീകരണം മുതൽ ഇപ്പോഴും മെജിഗുറിയിലും മറ്റ് സ്ഥലങ്ങളിലെല്ലാം പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ നാഷണൽ ജിയോഗ്രഫി ചാനലുകാർ ഒരു വേൾഡ് മാപ്പ് അവർ ക്രിയേറ്റ് ചെയ്തു. ആ വേൾഡ് മാപ്പിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഇവർ മാർക്ക് ചെയ്തു. ആ മാപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വേൾഡ് മാപ്പിൽ നമുക്ക് പല കളേഴ്സ് കാണാം: ബ്ലൂ, ഓറഞ്ച്, യെല്ലോ, റെഡ്. ബ്ലൂ എന്ന് പറഞ്ഞാൽ അത് ഇതുവരെയായിട്ടും കൺഫേംഡ് ആവാത്ത അപ്പാരിഷൻസ് ആണ്, എന്നാൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളാണ്. റെഡ് വത്തിക്കാൻ അപ്രൂവ്ഡ് മരിയൻ അപ്പാരിഷൻസ് ആണ്. ക്രോസ് ഷേപ്പിലുള്ള റെഡ് കളർ ക്രോസ് എന്നുള്ളത് വിശുദ്ധർക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട പ്രത്യക്ഷീകരണങ്ങളാണ്. യെല്ലോ കളറിലുള്ളത് പാരമ്പര്യമായിട്ട് മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടതാണെന്ന് വിശ്വസിച്ച് പോന്ന വിശ്വാസ സമൂഹങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ നമുക്ക് വേൾഡ് മാപ്പിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം, നമ്മുടെ ഇന്ത്യയിലുണ്ട്, ഫിലിപ്പീൻസിലുണ്ട്, ജപ്പാനിലുണ്ട്, ചൈനയിലുണ്ട്, റഷ്യ, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ. യൂറോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ മാപ്പിൽ ഒന്നും കാണത്തില്ല. അവിടെ എഴുതിയിട്ടുണ്ട് ഏരിയ എൻലാർജ്ഡ്. കാരണം യൂറോപ്പിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് കാണിക്കാൻ ഈ മാപ്പിൽ സാധിക്കില്ല. അതുകൊണ്ട് മറ്റൊരു മാപ്പ് യൂറോപ്പിന് വേണ്ടി മാത്രം അവർ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ യൂറോപ്പിൽ മാതാവ് പ്രത്യക്ഷപ്പെടാത്ത ഒരു സ്ഥലം പോലും ഇല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പോർച്ചുഗലിൽ നിന്ന് തുടങ്ങുന്നു അവർ ലേഡി ഓഫ് ഫാത്തിമ, അവർ ലേഡി ഓഫ് ലൂസ്. സ്പെയിനിലുണ്ട് അവർ ലേഡി ഓഫ് പില്ലർ ഉണ്ട്. ഫ്രാൻസിൽ അവർ ലേഡി ഓഫ് ലാസലൈറ്റ്, അവർ ലേഡി ഓഫ് ഹോപ്പ് പോൺമീനിൽ, അവർ ലേഡി ഓഫ് മിറാക്ലസ് മെഡൽ അത്ഭുത കാശുരൂപത്തിൻ്റെത് പാരീസിൽ, അവർ ലേഡി ഓഫ് ബ്യൂറൻ, അവർ ലേഡി ഓഫ് ഹെൽപ്പ് ഓഫ് ക്രിസ്ത്യൻസ്, അവർ ലേഡി ഓഫ് സിലുവ, മെജിഗുറിയ, അവർ ലേഡി ഓഫ് സയോൺ, അവർ ലേഡി ഓഫ് ഹാപ്പി മീറ്റിംഗ്സ്. ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിലാണ് പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഈ 1531 മുതലുള്ള വർഷങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 1531 ഒരൊറ്റ പ്രത്യക്ഷീകരണമേള ഉണ്ടായുള്ളൂ. ഗ്വാഡലൂപ്പയിലാണ്. റെഡ് കളറിൽ കാണാം, അതിനർത്ഥം വത്തിക്കാൻ അപ്രൂവ്ഡ് ആണ്. മറ്റേതെങ്കിലും ലോക്കൽ ചർച്ച് അപ്രൂവ്ഡ് ആണ്. ഓരോ വർഷം കഴിയും തോറും ആ വരകളുടെ എണ്ണം കൂടുന്നതായിട്ട് നമുക്ക് കാണാം. 1550 നമുക്ക് കാണാം 1, 2, 3, 4, 5, 6 6 തവണയാണ് ആ വർഷം മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. 1600, 1650, 1700, 1750, 1800, 1850, 1900, 1954 നമുക്കവിടെ കാണാം 30 തവണയാണ് ഒരു വർഷം മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. 1986 26 തവണ, 2000, 2015. എന്തുകൊണ്ടാണ് മാതാവ് ഇത്രയും തവണ? ഏകദേശം 1000-2000-ത്തിലധികം സ്ഥലത്ത് മാതാവ് ഈ 1500 മുതലുള്ള കണക്കെടുത്താൽ മാത്രമുണ്ട്. അങ്ങനെയെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതും ആരും അറിയാത്തതുമായിട്ടുള്ള എത്ര പ്രത്യക്ഷീകരണങ്ങൾ നടക്കുന്നുണ്ടാവും. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ എത്രയോ ഭവനങ്ങളിൽ മാതാവ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇവിടെ എല്ലാം ഈ മാതാവിൻ്റെ ഈ സന്ദേശങ്ങളെല്ലാം നമ്മൾ വായിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു കൺക്ലൂഷൻ ഇങ്ങനെയാണ്. മാതാവ് പറയുന്നത് ആത്മാക്കളുടെ രക്ഷ. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, പരിഹാരം ചെയ്യുക, പാപികളുടെ മാനസാന്തരത്തോട് പ്രാർത്ഥിക്കുക. ഇതാണ് മാതാവിൻ്റെ മെസ്സേജുകളിലെ ഒരു കൺക്ലൂഷൻ എന്നുള്ളത്. നിരവധി മെസ്സേജുകളും വളരെ പ്രവചനാത്മകമായ മെസ്സേജുകളുണ്ട്. നിരവധി നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉപകരിക്കുന്ന മെസ്സേജുകളുണ്ട്. ഇവിടെ എല്ലാം ഇവൻ ഫാത്തിമയിൽ 1917 മാനവകുലം ഒരു മോഡേൺ എറയിലോട്ട് കടന്നു വരുന്ന സമയത്ത്
നമുക്കൊരു മുന്നറിയിപ്പ് നൽകി മാതാവ് ആ 3 ഇടയക്കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. നിത്യ നരകം, മഞ്ഞു പൊഴിയണത് പോലെ ആത്മാക്കൾ നിത്യ നരകാഗ്നിയിൽ വീഴുന്നത്. അതിനുശേഷം മാതാവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്, ഓ എൻ്റെ ഈശോയെ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ എന്ന പ്രാർത്ഥന. അന്ന് 1917 ഒരു അശ്ലീല പടം പോലും ഇറങ്ങാത്ത കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആത്മാക്കൾ മഞ്ഞു പൊഴിയണത് പോലെ നിത്യ നരകാഗ്നിയിൽ തിരിച്ചു വരാൻ സാധിക്കാത്ത രീതിയിൽ പതിച്ചെങ്കിൽ ഈ 2020 വിരൽത്തുമ്പിൽ പാവം കിടക്കുന്ന ഈ കാലഘട്ടത്തിൽ എത്ര കോടിയായ ആത്മാക്കളായിരിക്കും നിത്യ നരകാഗ്നിയിൽ പോകുന്നുണ്ടാവുക. അതുകൊണ്ട് മാതാവ് നമ്മെ വിളിക്കുകയാണ്, നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ടും കാലഘട്ടത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ടും. ക്രിസ്തുവറെ പരിശുദ്ധ കന്യകാമറിയത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. Ave Maria, gracia plena, Dominus tecum, benedicta in mulieribus, et benedictus fructus ventris tui, Iesus. Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen.